കാരശ്ശേരി മാഷെ, ഈ CPM പോലെയുള്ള ഒരു കേഡർ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അതിൻ്റെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ താങ്കൾക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി കേരളത്തിൽ ഭരണം നിലനിർത്താൻ സാധിച്ച, അതിന് ചുക്കാൻ പിടിച്ച നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഒരു ശൈലിയാണ്, ഒരു ഭരണശൈലിയാണ്, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഇടപഴകലിൻ്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളിലെ മുഖ്യ കാരണം എന്ന് വിലയിരുത്തുന്നതിൽ ഒരു അപാകതയില്ലേ? ഒരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നു, കണക്ക് കൂട്ടലുകൾ അട്ടിമറിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ തോൽവിയുടെ പരാജയങ്ങൾ കണ്ടെത്തുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടാകുമല്ലോ. അങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടത്? താങ്കൾ പിണറായിയുടെ ശൈലി മാറ്റം എന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാരണമായി ഉയർത്തുന്ന പ്രശ്നത്തെ എങ്ങനെ കാണും? ഗോപികൃഷ്ണൻ, ഈ ശൈലി മാറുക എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയല്ല. ഇപ്പോൾ ഇത് പറയുന്ന ഇവരുടെ ജില്ലാ കമ്മിറ്റികൾ, ഇവരുടെ ചില നേതാക്കന്മാർ, ഇപ്പോൾ വിമർശനമായി രംഗത്ത് വന്ന CPI, ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാനൊരു ഉദാഹരണം പറയാം. ഈ നവകേരള സദസ്സ് അത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടത്തിയല്ലോ. അതിലിവിടുത്തെ എല്ലാ മന്ത്രിമാരുണ്ട്, എല്ലാ പാർട്ടി LDF എല്ലാ പാർട്ടിക്കാരും അനുകൂലമായി. അതിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഗവൺമെന്റും പോലീസും DYFIയും അടിച്ചൊതുക്കുകയും ചെടിച്ചട്ടി കൊണ്ട് തല തല്ലി തകർക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആലോചിച്ച് നോക്കൂ, അന്ന് പറയണ്ടേ? ഇപ്പൊ തോറ്റ് കഴിഞ്ഞപ്പോഴാണ് ശൈലിക്ക് കുഴപ്പമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവണേ. അപ്പൊ എന്ത് രാഷ്ട്രീയ നിരീക്ഷണമാണത്? അപ്പോ തോറ്റിരുന്നില്ലെങ്കിലോ ശൈലിക്ക് ഒരു കുഴപ്പമില്ല എന്നാണോ? അപ്പോ ഇത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കേണ്ട ഫണ്ട് അനുവദിച്ചില്ല, സത്യമാണ്. അതിൽ പ്രതിഷേധിക്കണം. ആ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് ആ ഒറ്റ കാരണം കൊണ്ട് ധൂർത്ത് കാണിക്കാൻ പാടില്ല എന്ന് LDFിലെ CPIക്കും മറ്റു മെമ്പർമാർക്കും പറഞ്ഞൂടെ? ഒരു മാസം എത്ര ലക്ഷം രൂപയാണ് KV തോമസിന് അവിടെ ഡൽഹിയിൽ നിയമനം കൊടുത്തപ്പോൾ ശമ്പളം നിശ്ചയിച്ചത്? ലോക കേരള സഭ നടത്താൻ എത്ര ലക്ഷം രൂപയാണ്? കേരളീയം നടത്താൻ എത്ര കോടി രൂപയാണ്? അപ്പൊ ഇതൊക്കെ ധൂർത്താണ് എന്ന് LDFിലുള്ള ആർക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകള് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ കണക്കിൽ കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ പൈസ പറ്റി. അതിനാർക്കും തർക്കമില്ല. അത് എന്ത് സർവീസ് കൊടുത്തിട്ടാണ്, എന്ത് സേവനം കൊടുത്തിട്ടാണ്, എന്ത് വകയിലാണ് എന്നതിന് മറുപടിയില്ല. അതിന് വരുന്ന മറുപടി എന്താ? അതിന് നികുതി കൊടുത്തിട്ടുണ്ട് എന്നാ. കൈക്കൂലി വാങ്ങിയതിന് നികുതി കൊടുത്തുള്ളത് മറുപടിയാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയല്ല, ഇത് കൃത്യമായി ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ ഉശിരുള്ള ഒരാള് ആ CPM എന്നുള്ള പാർട്ടിയിൽ ഉണ്ടായില്ല, മുന്നണിയിൽ ഉണ്ടായില്ല. അവർക്ക് ഇപ്പോ 19 മണ്ഡലങ്ങളിലും തോറ്റ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇപ്പോ ഉശിര് വന്നിരിക്കുകയാണ്. എനിക്കത് വളരെ പരിഹാസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ പിണറായി വിജയൻ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ രീതി നമ്മളൊക്കെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണല്ലോ യാക്കോബായ ബിഷപ്പ് മാർ കൂറിലോസ് വിമർശിച്ചത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അപ്പൊ വ്യക്തിപരമായി ബിഷപ്പിനെ ആക്രമിക്കുകയാണ്, ബിഷപ്പിനെ തെറി പറയാണ്, ബിഷപ്പിനെ നിന്ദിക്കുകയാണ്, ശകാരിക്കുകയാണ്. അപ്പൊ ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, ജനാധിപത്യത്തോട് ബഹുമാനമില്ലാതെ വിമർശനങ്ങളെ അങ്ങേയറ്റം അസഹിഷ്ണുതയോടെ നേരിടുക. മാധ്യമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മളിപ്പോൾ 5-8 കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ ശൈലി എന്ന് പറയുന്നത്? പിന്നെ ഇവരുടെ ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന ബഹളം, ഇവരുടെ ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഉണ്ടാക്കുന്ന മലിനീകരണം, ഭാഷാ മലിനീകരണം,
അതായത് മുഖ്യമന്ത്രിയുടെ ഈ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ശൈലി മാറ്റത്തെ കുറിച്ചാണോ CPI ഇത്രയും അധികം ആകുലപ്പെടുന്നത്? അതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ അതിന് യോജിച്ച, അതിന് മാതൃകയാകേണ്ട തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിക്ക് അകത്തും പുറത്തും പെരുമാറിയില്ല എന്നുള്ളതാണോ? ആ അപജയത്തെ കുറിച്ചാണോ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയാൻ ശ്രമിച്ചത്? കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കാട്ടിയത് അഴിമതി, ജാതീയത, പാർലമെന്ററി മോഹങ്ങൾ, സ്ഥാനമാനങ്ങൾക്കായിട്ടുള്ള അത്യാർത്തി, വ്യക്തിമൂല്യങ്ങളിലെ ഇടിവ്, ഇങ്ങനെ പല കാരണങ്ങൾ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായി പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടതുപക്ഷ സംവിധാനം കൂട്ടായ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി, പിണറായിയുടെ ശൈലി മാറ്റണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശൈലി മാറ്റത്തെ കുറിച്ചാണോ, അതോ കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ ഇതായിരിക്കരുത്, ഇങ്ങനെയല്ല പിണറായി വിജയൻ വേണ്ടത് എന്നതാണോ? ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉണ്ടായ മൂല്യച്യുതിയാണോ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം? അല്ല ഗോപികൃഷ്ണൻ, ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ CPM-ലെ പല നേതാക്കന്മാരുടെയും ഭാര്യ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മരുമകൻ, ഇവരെ പറ്റി അഴിമതി ആരോപണമുണ്ട്. അത് P ജയരാജന്റെ നേരെയുണ്ട്. P ജയരാജന്റെ നേരെ P ജയരാജനാണ് നേരത്തെ ഉന്നയിച്ചത്. അങ്ങനെ പലതും. ഞാനിപ്പോൾ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരെ അവമാനിക്കാനല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, കാഫർ എന്നുള്ള ആ സംഗതി ആരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, അത് കണ്ടുപിടിക്കാൻ പ്രാപ്തിയില്ലാത്തൊരു പോലീസ്, അത് UDF-ന്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്. അപ്പൊ ഇത്തരം, പിന്നെ ഈ ആലോചിച്ച് നോക്കൂ, CPM-ന്റെ ഒരു നേതാവിന്റെ മകനും ബോംബുണ്ടാക്കിയ കേസിൽ പ്രതിയല്ല. ഒരു നേതാവിന്റെ മകനോ മകളോ ബോംബേറിൽ പരിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ സാധാരണ പാവപ്പെട്ട ആളുകൾക്കാണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് നല്ലതോ ചീത്തയായ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വിചിത്രമായ രീതിയിലാണ് കേരളത്തിൽ വരുന്നത്. അതായത് അവര് MLA ആവാനോ മന്ത്രിയാവാനോ ശ്രമിക്കുകയല്ല, അവര് പലതരം കച്ചവടമാണ്. ആ കച്ചവടത്തെ പറ്റിയൊക്കെ നല്ലതല്ല, ചീത്തയായ കാര്യങ്ങളാണ്, അധോലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അധോലോകത്തെ സംരക്ഷിക്കുക. ഇപ്പോൾ ഒരു പുതിയ വാക്ക് വന്നല്ലോ, സ്വർണം പൊട്ടിക്കൽ. ഉണ്ടായാലും കേൾക്കാത്ത കള്ളക്കടത്തുകാരനെ കക്കുക. എങ്ങനെയുണ്ട്? പുതിയ കണ്ടുപിടുത്താണ്. അപ്പോ ഈ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ അവർ വെറും പ്രതികളല്ല, കോടതി കുറ്റവാളികളായി കണ്ടെത്തി ശിക്ഷിച്ച, അവർക്ക് ജീവപര്യന്തം പോരാ, ഇരട്ട ജീവപര്യന്തം വേണം എന്ന് പറയുന്ന ആളുകളോട് അവരെ സംരക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ പണി, CPM-ന്റെ പണി. അപ്പൊ ഈ തരത്തിൽ അധോലോക ബന്ധങ്ങൾ, ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടുത്തെ മിക്ക പാർട്ടികൾക്കും വലുതോ ചെറുതായ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ കോറി മാഫിയയെ അല്ലെങ്കിൽ മണൽ മാഫിയയെ ഒക്കെ സംരക്ഷിക്കുന്നത് ഈ ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഇവിടുത്തെ പാർട്ടികളാണ്. അത് UDF-ലുണ്ട്, LDF-ലുണ്ട്. അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ ഗോപീകൃഷ്ണൻ, നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ദല്ലാൾ നന്ദകുമാറിന്റെ മൊഴി, അല്ലെങ്കിൽ BJP-യിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട്, കേരള പ്രഭാരിയോട് ഇവിടുത്തെ LDF-ന്റെ കൺവീനർ രഹസ്യമായി സംസാരിച്ചു. എങ്ങനെയുണ്ട്? അപ്പോ പിന്നെ ക്രിമിനൽ കേസിൽ പ്രതികളായ യുവതികൾ വന്നിട്ട് നമ്മുടെ മാധ്യമക്കാരോടും മറ്റുള്ളവരോട് സംസാരിക്കുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയെ നമ്മൾ എങ്ങനെയാണ് വേട്ടയാടിയത്? ഇപ്പൊ ഇവിടെ പറയുന്നത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ കേരള ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം മരിച്ചിട്ടാണ് മിക്കവർക്കും അത് മനസ്സിലായത് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ക്രിമിനൽ കേസിലെ പ്രതികളായ സ്ത്രീകളും അവതാരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 അധികാരികൾക്കും പറഞ്ഞത്. അവതാരങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തിന് കൂടെയുള്ള ഒരു അവതാരം ഇപ്പൊ ജയിലിലാണ്. ആലോചിച്ച് നോക്കൂ, വേറൊരാള് അന്വേഷണം നേരിടുകയാണ്. അപ്പോ ഇത് മുഴുവൻ ഒരു പാർട്ടിയല്ല, ഇതൊരു ബിസിനസ് ആയിട്ട് മാറി, അതും അധോലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് മാറി. ബിനോയ് വിശ്വത്തിനൊക്കെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് വെറും പിണറായി വിജയന്റെ മാത്രം പ്രശ്നമല്ല. P ജയരാജനെ പറ്റിയും P ജയരാജനെ പറ്റിയും പിന്നെ മരിച്ചുപോയ സെക്രട്ടറി ബാലകൃഷ്ണന്റെ മക്കളെ പറ്റിയും, ഇവരൊക്കെ മക്കളെ പറ്റിയാണ്. ഇപ്പോൾ മോഹനമാഷ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനമാഷ മകനെ പറ്റിയാണ് ഒരു ആരോപണം ഉള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവരുടെയൊക്കെ മക്കള് രാഷ്ട്രീയത്തിലില്ല. എന്തുണ്ട്? അവരൊക്കെ ബിസിനസ്സിലാണ്. എന്ത് ബിസിനസ്? നമുക്ക് പറയാൻ കൊള്ളാവുന്ന ബിസിനസ്. അതിനവര് പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മാതാക്കളുടെ, കേട്ടോ, ഞാൻ ആ വനിതാ മെമ്പർമാരുടെ വനിതാ മന്ത്രിമാരുടെയും പേര് പറയുന്നില്ല, അവരുടെയൊക്കെ മക്കളെ പറ്റിയൊക്കെ നമ്മൾ എന്താ കേൾക്കുന്നത്? അപ്പോ ഇതാണ് ഇടതുപക്ഷം.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം KT കുഞ്ഞിക്കണ്ണൻ ബൂർഷ എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ ചിരിച്ചുപോയി, എൻ്റെ സുഹൃത്താ കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയത്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മതക്കാരനൊപ്പം ഈ തെറ്റിതിരുത്തുന്നതിൻ്റെ വിശകലനം കണ്ടില്ലേ? എന്താണ് ന്യൂനപക്ഷ വോട്ട്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ വോട്ടില്ല, ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, നായർ വോട്ട്, ഈഴവ വോട്ട്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും അപ്പുറത്ത് പോയി, വിശകലനം തീർന്നല്ലോ. തെറ്റിതിരുത്താനൊന്നുമില്ല, കാരണം അവർ വേറെ താല്പര്യം കൊണ്ട് പോയതാണ്. നിങ്ങളുടെ രാഷ്ട്രീയ വോട്ട് എവിടെ? എപ്പോഴും പറഞ്ഞു ഇവിടെ ഇപ്പം മതവും ജാതിയും മാത്രമായിട്ടുണ്ട് നമ്മുടെ സംസാര വിഷയം. അപ്പോൾ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് എത്ര തരം താണ് പോണം. ഈ നന്ദകുമാറിനെ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ആരും അല്ലല്ലോ, അദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന ഒരു പേരാണ് ദല്ലാൾ എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ പവർ ബ്രോക്കേഴ്സിനെ, അധികാര ദല്ലാൾമാരെ ഉപയോഗിച്ചിട്ടാണോ രാഷ്ട്രീയം നടത്തുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? RSSനോട് ചർച്ച വേണമെങ്കിൽ അത് പരസ്യമായിട്ട് വേണമല്ലോ, അതെങ്ങനെ രഹസ്യമാവുക? അതെങ്ങനെ ഇലക്ഷന്റെ തലേന്ന് വരിക? അതിനെപ്പറ്റി ആലോചനയില്ല. ആലോചിക്കൂ, ഇലക്ഷന്റെ തലേന്ന് ആ വാർത്ത വന്നതുകൊണ്ട് നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന അനേകം ആളുകൾ കേരളത്തിൽ, അങ്ങനെ ഒരുപടി ആളുകളുണ്ട്. അതുകൊണ്ടാണ് LDF UDF LDF UDF എന്നിങ്ങനെ മാറി കളിക്കുന്നത്. നിഷ്പക്ഷ വോട്ടർമാരുണ്ട്, അവരൊരു പാർട്ടിയുടെയും കൊടി പിടിക്കുന്നില്ല, അവർ സ്ഥിരമായ ഒരു പാർട്ടിയുടെയും വോട്ട് ബാങ്ക് അല്ല. അവരൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ BJPയെ എതിർക്കാൻ, മോദിയെ തകർക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് അവകാശവാദം. എന്നിട്ട് ഇലക്ഷന്റെ മധ്യത്തിൽ മുഖ്യമന്ത്രി ഉല്ലാസയാത്ര പോവുകയാണ് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കൊക്കെ. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിന്റെ വലിയ മെലിവാസുണ്ട്, ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത്. അദ്ദേഹം ആ ഇലക്ഷനെ വകവച്ചിട്ടില്ല. ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം എന്താണ്? അപ്പോൾ നീതി എന്നൊരു സംഗതി ആരും ചർച്ച ചെയ്യുന്നില്ല, സാമൂഹ്യമായ അസമത്വത്തെ പറ്റി ചർച്ചയില്ല. ഇവിടുത്തെ ആലോചിക്കുക, മറിയക്കുട്ടി എന്ന് പറയുന്ന വൃദ്ധയായ സ്ത്രീ, അവർക്ക് സാമൂഹ്യ പെൻഷൻ നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ തെരുവിലിറങ്ങി. ഉടനെ ദേശാഭിമാനിയിൽ വാർത്ത വരാണ്, അവരുടെ മകൾ സ്വിറ്റ്സർലൻഡിലാണ്, അവർക്ക് ഇത്ര കോടി രൂപയുണ്ട്. അത് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് തിരുത്തി, നല്ല കാര്യം. പക്ഷേ ചാനലിലെ ഇവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ പറയാണ്, ദേശാഭിമാനിക്ക് ഒരു അക്ഷരത്തെറ്റ് പറ്റി. എങ്ങനെയുണ്ട്? അപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലുകളിലും ഉള്ള ഈ തരത്തിലുള്ള നിലവാരം കുറഞ്ഞ, അതായത് അന്യനെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, എന്ത് കളവും പറയുക, എന്തിനേയും ന്യായീകരിക്കുക, ഒരു തരത്തിലും ബഹുജനങ്ങളോട് യാതൊരു ബഹുമാനമില്ലാതെ, ജനാധിപത്യത്തോട് യാതൊരു ബഹുമാനമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത് വളരെ അന്തസ് കെട്ട ഒന്നായി മാറി. അതിൻ്റെ ഒരു സൂചനയാണ് കേരളത്തിൽ ഇത്തവണ വോട്ടിങ്ങിന്റെ പോൾ ശതമാനം കുറഞ്ഞത്. ആളുകൾ, ചെറുപ്പക്കാർക്ക് താല്പര്യമില്ലാതെയാവും. എന്താ ഈ ബഹളം ഉണ്ടാക്കുകയാണ്, ജാതി പറയാണ്, മതം പറയാണ്, രാഷ്ട്രീയം എവിടെയില്ല. അപ്പൊ ഈ രാഷ്ട്രീയം ഇല്ലാതെ ആയതിന്റെ ഒരു സംഗതി ഇപ്പോൾ ആലോചിക്കൂ. ഇവർ പറഞ്ഞ ഒരു കാര്യം, ബാലൻ പറയാണ്, അത് SDPയും ജമാഅത്തെ ഇസ്ലാമും കൂടിയാണ് ഇവരെ ജയിപ്പിച്ചത്. യാഥാർത്ഥ്യം എത്ര വോട്ടുണ്ട് SDPക്ക്, എത്ര വോട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്? ഇവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി SDPയും? അന്ന് പറയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ വർഗീയ വിഭജനം, ജാതീയമായ സാമുദായികമായ ധ്രുവീകരണം, പോളറൈസേഷൻ, ചേരിതിരിവ് ഉണ്ടാക്കും എന്ന് അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി AK ബാലൻ, അല്ലെങ്കിൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. അപ്പൊ അവരിങ്ങനെ ഇപ്പോഴും അതാണ്, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വോട്ട് ചെയ്തു. ശരി മാഷ്, ശരി. ഞാൻ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ചുകൂടി വിശദമായി ഇത് സംസാരിക്കാം.